യെസ് ഗൈസ്, നമ്മൾ തിരിച്ചു വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാലോ. എല്ലാരും കൂടി ഇങ്ങനെ വന്ന് നിന്നാൽ അതിന്റെ മീനിങ് ഇവിടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 18 എന്ന് പറയുന്നത് നാഷണൽ കപ്പിൾസ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാ കപ്പിൾസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രണയഗാനം. യെസ്, കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ പ്രണയഗാനം പാടാൻ ഇവിടെ 2 പേരുണ്ട്. അവരെ നമുക്ക് വേദിയിലേക്ക് ഓൾറെഡി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയെ. ആഗതൻ. പടം. അതെ, അതെന്റെ ഫേവറേറ്റ് സോങ് ആണ്. നല്ല സോങ്. ആർക്കന്നിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? എല്ലാവർക്കും ഡെഡിക്കേറ്റ് മനസ്സ്, ആ മനസ്സ് കൊള്ളാം. എന്നാലും ഇത് പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഹിയർ ദാറ്റ്. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിളത്തെ സിന്ദൂരത്തിൻ രാഗപരാഗങ്ങൾ. നിന്നിലെ സൂര്യനായി വന്നൊളിച്ചിരുന്നേനെന്നും. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവനെ കാണാനല്ലോ. ചെറുപൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവില്ല, ഊരേതാണെന്നറിവില്ല, ഇവൻ എന്റേതാണെന്നുള്ളം പാടുന്നു. ഓ മുകിൽ കിനാവിൽ നിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂമിന്നൽ. മഴത്തേറേറി വരും മിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ബ്യൂട്ടിഫുൾ, താങ്ക് യു. ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞ റൊമാൻസ്. ഓ, ഈ പാട്ടുകാരെ എനിക്ക് ഭയങ്കര ജലസിയാണ്. എനിക്ക് സൂപ്പർ. യു ഗൈസ് സിംഗ് സോ ഗുഡ്. വീണ്ടും നമ്മളെ പ്രണയിക്കാൻ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രൂഫാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിപ്പോൾ വന്നത്. കാരണം ഒരു പാട്ട് കേട്ടപ്പോൾ നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് അലിഞ്ഞു പോയി. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിനും ഈ ഒരു കപ്പിൾ ഡേ കുറച്ചുകൂടെ ഫൺ ആക്കിയതിനും ഒപ്പം തന്നെ നമ്മുടെ എല്ലാവരും പാർട്ട്നേഴ്സിനോടും ഒരു ബിഗ് ബിഗ് താങ്ക്സ്. August 18th National Couple Day. Wishing everybody a beautiful romantic ജീവിതം. താങ്ക്സ് ഡാർലിംഗ്, താങ്ക്സ്. ഇവിടെ സേഫ് ആയിട്ട് ഒരു 3 പേര് നിപ്പുണ്ട്. അവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഹേയ് തല വൈഫ്, നിങ്ങളുടെയൊക്കെ റൊമാൻറ്റിക് കാര്യങ്ങളൊന്ന് കേൾക്കട്ടെ. ബോയ് ഫ്രണ്ട് ഉണ്ടോ? അയ്യോ അയ്യോ, അതെന്താ? അല്ല, അയ്യോ കൊറേ ഉണ്ടല്ലോ എന്ന്. സിസ്റ്ററിന്റെ പ്രണയമാണോ അറിയാവുന്ന, സ്വന്തം പ്രണയമാണോ സിസ്റ്ററിന് അറിയാവുന്ന, എങ്ങനെയാണ്? ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടെന്ന്. അല്ല, ആണോ അഞ്ജന? 2 പേർക്കും പ്രണയം ഉണ്ടെന്നാണോ? ഇല്ല, സിസ്റ്ററിന്റെ എല്ലാ സീക്രട്സും അറിയോ? പക്ഷെ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയിരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാനും കൂടി ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ ശരിക്കും എത്ര വയസ്സിന്റെ ഗ്യാപ്പ് ഉണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ? എത്ര വയസ്സ്? 3 വയസ്സിന്റെ ഗ്യാപ്പ്. സോ മോലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഒരു സിബ്ലിങ്സിനെക്കാട്ടിൽ അപ്പുറം ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് മോഡാണോ, അതോ ചേച്ചി റോളൊക്കെ ഇടയ്ക്ക് കളിക്കാറുണ്ടോ? ഈ ഒരു എപ്പിസോഡ് മൊത്തം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ പ്രേക്ഷകരെ. കമ്മകേൻ, ഇതാണോ 3 വയസ്സിന് മൂത്തത്? ഹേ സ്ത്രീയെ, 3 വയസ്സിന് മൂപ്പോ? തള്ള വൈപ്പ് ഇവിടെയാണോ? സീരിയസ്ലി? കാരണം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഈ ഏജ് റിവേഴ്സിംഗ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. എനിക്ക് കണ്ടില്ലേ, എനിക്ക് ആകെ 25 വയസ്സുള്ളൂ, പക്ഷെ എല്ലാവരും എനിക്ക് 40 വയസ്സെന്നാ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഗൈസ്, നമുക്ക് ഇവരെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ വരണം, ഇതുപോലെയൊക്കെ അടിച്ചു പൊളിക്കണം. ഓക്കെ ഗൈസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്.